8 നഷ്ടപ്പെടും, പക്ഷെ 2 സീരിയസ് ആവുള്ളൂ. ഇപ്പൊ ഒരു 10 കോഴിമുട്ട നമ്മൾ പൊരുത്തിന് വെച്ചാല് 10 കോഴി വിരിഞ്ഞ് തള്ളയാവുന്നില്ല. ആ 10 ചിലപ്പോ ഒരു 5 വിരിഞ്ഞ് വരും, ചിലപ്പോ ഒരു 6 7 വിരിയും. കുറച്ചൊക്കെ കുഞ്ചി കലങ്ങി പോകും. പിന്നെ കുറച്ചൊക്കെ ചെറുപ്പത്തിൽ തന്നെ ചത്തുപോകും, എറുകാട്ടിയോ മറ്റുള്ള കാര്യം മരുന്നൊക്കെ കൊണ്ടുപോകും. അങ്ങനെ ലാസ്റ്റ് ഒരൊറ്റ കോഴി അത് സീരിയസ് ആയിട്ട് വന്ന് തള്ളക്കോഴി ആയി കുട്ടികളെ പ്രസവിച്ച് വീണ്ടും ഒരു വലിയ ഒരു ടീമായിട്ട് അത് മാറും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ്. ഈ ബിസിനസ് ഇങ്ങനെയാണ്. തുടക്കത്തിൽ തന്നെ പറയുന്ന ആളുകളൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ജോയിൻ ചെയ്യിപ്പിച്ച ആള് കുടുങ്ങിപ്പോകും. കാരണം അവർക്ക് കൊടുക്കേണ്ട എല്ലാ കഴിവും അറിവും അയാൾക്ക് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെ അറിവും നമ്മുടെ വിശ്വാസവും എത്രത്തോളം കൂട്ടാൻ കഴിയോ അതിനനുസരിച്ച് നമ്മുടെ ലീഡർഷിപ്പ് കൂടുകയും അതിനനുസരിച്ച് നമ്മളുടെ വരുമാനം കൂടുകയും നമ്മളെ താഴെ നമുക്ക് ഒരുപാട് ടീം ഇങ്ങനെ സീരിയസ് ആയ ആളുകളെ ഉണ്ടാക്കാനും സാധിക്കും. അതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും ടീം ഇല്ലെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അത് ഹോൾഡ് ചെയ്യാനുള്ള ലീഡർ ആയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും അറിവും വിശ്വാസവും കൂട്ടുക, പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുക. GTS എവിടെയാണെങ്കിലും ഞാനിതിൽ എനിക്ക് തുടക്കത്തിൽ ഇങ്ങനെ ആളുകളില്ലാത്തപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ കുറെ മാറാനുണ്ട്. അങ്ങനെ ഞാൻ മാറിയപ്പോഴാണ് എനിക്ക് എൻ്റെ പിന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ കണ്ടതും. അല്ലെങ്കിൽ എന്റെ ആദ്യത്തെ യൂണിഫോം എന്ന് പറഞ്ഞാല് ഈ ബിസിനസിന്റെ പ്ലാൻ പോയിട്ട് ഒരു പ്രൊഡക്റ്റ് തരാൻ കഴിയാത്ത രൂപത്തിലായിരുന്നു എന്റെ യൂണിഫോം. അതൊക്കെ മാറി ഈ നല്ലൊരു ബിസിനസ്സുകാരന്റെ യൂണിഫോം ഇട്ടത് കൊണ്ടാണ് അന്ന് റസാഖ് സാറ് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചത്. അതുകൊണ്ട് നമ്മൾ എല്ലാ ഡിസ്ട്രിബ്യൂട്ടർമാരും തുടക്കത്തിൽ വരുമാനം കിട്ടിയിട്ടല്ല. ചില ആൾക്കാർ ഞാൻ TC ആട്ടെ ഇങ്ങോട്ട് ഞാൻ ഇൻസൈഡ് ആക്കിക്കോളാം എന്നൊക്കെ പറയും. അതല്ല ചെയ്യേണ്ടത്. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, നിങ്ങളെ യൂണിഫോം ഒക്കെ മാറ്റി നിങ്ങൾ ഇതിന്റെ അറിവും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടി റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് വിട്ടുപോകില്ല. വരുമാനം നിങ്ങൾക്ക് അടിക്കടി വർദ്ധിച്ചു കൊണ്ടിരിക്കും. നിങ്ങളെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ നോക്കുക, ചില ആളുകളൊക്കെ പറയും ആ ലീഡറൊപ്പം നിന്നിട്ട് കാര്യമില്ല. പക്ഷെ ആ ലീഡർ മാറാൻ റെഡി ആകുമ്പോഴാണ് ആ ലീഡറൊപ്പം ആളുകൾ നിൽക്കുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ കൂടെ ആളുകൾ നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ നോക്കുക, നമ്മളെ ശരീരത്തിലേക്ക് നോക്കുക, നമ്മളെ മനസ്സിലേക്ക് നോക്കുക, നമ്മളെ സ്വഭാവത്തിലേക്ക് നോക്കുക. ഇവിടെയൊക്കെ എന്തൊക്കെയോ മാറ്റം വരുത്താതെ എനിക്കിതിൽ വിജയിക്കാൻ സാധിക്കൂല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ആദ്യം നമ്മുടെ ഉൽപ്പന്നം 95 കവചപ്രാശം ഒന്നുമല്ല. നമ്മുടെ ഏറ്റവും വലിയ ഉൽപ്പന്നം നമ്മൾ തന്നെയാണ്. നമ്മൾ മാറാൻ റെഡിയായി, നമ്മളെ ക്വാളിറ്റി കൂട്ടി, നമ്മളെ ക്വാണ്ടിറ്റി കൂട്ടി, നമ്മുടെ വിശ്വാസം കൂട്ടി, നമ്മുടെ അറിവ് കൂട്ടി, ആരൊക്കെ ഇതിൽ മാറ്റത്തിന് വിധേയമാകുന്നുണ്ടോ അവരൊക്കെ ഇതിൽ വലിയ പുരോഗതി ഉണ്ടാകും. മാറ്റമില്ലാതെ പുരോഗതി ഉണ്ടാവില്ല. ഇപ്പൊ ഗൾഫിലേക്കൊക്കെ പോകുന്ന ആളുകൾ എങ്ങനെ പോണത്? ഒരു കള്ളിത്തുണിയും ഒരു ബനിയനൊക്കെ ഇട്ട് പോയാൽ അവിടെ എടുക്കൂല. പക്ഷെ അവർ പോകുമ്പോ തന്നെ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇൻസൈഡൊക്കെ ചെയ്ത് അവിടെ പോയി മാറ്റത്തിന് വിധേയനമായി. ഒന്ന് നാടിൽ നിന്ന് മാറി, രണ്ടാമത്തെ അവരുടെ ശൈലി മാറി, സ്വഭാവം മാറി, മണിക്കൂർ മാറി, ഒക്കെ മാറി, മടിയൊക്കെ അവിടെ ചെല്ലുമ്പോൾ മാറും. ഇതുകൊണ്ടാണ് അവർക്ക് വരുമാനം ഉണ്ടാകുന്നത്, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാകുന്നത്. നമ്മളെ സ്വഭാവം, നമ്മളെ മൈൻഡ് സെറ്റും നമ്മളെ എല്ലാം മാറാതെ പഴയ സ്വഭാവത്തിൽ തന്നെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ കിട്ടണതന്നെ കിട്ടുള്ളൂ. ഇനി കൂടുതലായിട്ട് വല്ലതും കിട്ടണമെങ്കിൽ നമ്മുടെ എല്ലാം മാറണം. അതായത് മാറാതെ ഒരു പുരോഗതി നമുക്ക് ഉണ്ടാവില്ല. പുരോഗതി വേണമെങ്കിൽ മാറണം. മാറ്റമാണ് നമുക്ക് പുരോഗതി കൊണ്ടുതരുന്നത്. നമ്മുടെ സ്വഭാവം, നമ്മുടെ സംസാരം, നമ്മുടെ നടത്തം, നമ്മുടെ ഇരുത്തം, നമ്മുടെ നോട്ടം എല്ലാം മാറണം. മാറിയെങ്കിൽ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ. ഒരു ലീഡറെ കണ്ടുകൊണ്ട് ആ ലീഡർ എന്തൊക്കെ ചെയ്യുന്നോ അത് നമ്മൾ തയ്യാറാവണം. അത് ചെയ്യാൻ തയ്യാറാവും. ഉദാഹരണം, നമുക്ക് ഏറ്റവും വലിയ ഇപ്പൊ കിട്ടാവുന്നതിൽ നമുക്ക് ട്രെയിനിങ് ഒക്കെ തരുന്ന ഏറ്റവും വലിയ ലീഡറാണ് മുബീൻ മുഹമ്മദ്. നമുക്ക് ഞാനൊരു ഉസ്താദ് ആകുമ്പോൾ എനിക്കൊരു ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ഒരു ഉസ്താദാകാനുള്ള ട്രെയിനിങ്ങേ കൊടുക്കാൻ കഴിയുള്ളൂ. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ ട്രെയിനിങ് കൊടുക്കാനേ സാധിക്കുള്ളൂ. ഒരു ആശാരിയാണെങ്കിൽ ആശാരിയാകാനുള്ള ട്രെയിനിങ്ങേ കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ മേഖലയിൽ നിന്ന് മാക്സിമം വരുമാനം വാങ്ങി കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഞാനൊരു ഉസ്താദാണെങ്കിൽ മാക്സിമം ഒരു മാസം 10,000 രൂപ അതേ കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ എന്റെ താഴെ ഒരു ട്രെയിനിങ് കൊടുത്ത് ഒരു 10 ആൾക്ക് ഞാൻ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ഒരു 10,000 വരെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതിന്റെ അപ്പുറം എനിക്ക് കഴിയൂല. അതുപോലെ തന്നെ ഒരു ആശാരി ഇപ്പോ 1,500 കൂലിയെങ്കിൽ ഒരു മാക്സിമം ദിവസം ഒരു 1,500 വാങ്ങാനുള്ള ട്രെയിനിങ് അയാൾക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്കും അതുപോലെ തന്നെ മാക്സിമം കിട്ടുന്ന വരുമാനം ഉണ്ടാക്കി കൊടുക്കാനേ സാധിക്കുള്ളൂ. പക്ഷേ നമുക്ക് ട്രെയിനിങ് തരുന്നത് ആരാണ്?
2 കോടിയൊക്കെ മാസത്തിൽ വാങ്ങി അത് പ്രൂവ് ചെയ്തുകൊണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ഇൻകം ടാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊജക്ടറിൽ കാണിച്ചു തന്നുകൊണ്ട് അയാളെ വാഹനം അയാളെ വീടും കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടതാണ്. ഇതൊക്കെ നമുക്ക് കാണിച്ചു തന്ന് ഇപ്പൊ അമേരിക്കയിലാണ് പോയി സെറ്റായി അവിടെ ഒരു വീടൊക്കെ വാങ്ങി നമുക്ക് റോൾ മോഡലായി കോടികൾ വരുമാനം വാങ്ങുന്ന ലീഡറുടെ ട്രെയിനിങ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ബിസിനസിന്റെ ഫ്യൂച്ചർ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തിക്ക് മാത്രം പഠിച്ച റബ്ബ് ഒന്നും കൊടുക്കൂല. ആ വ്യക്തി ചെയ്ത കാര്യങ്ങൾ നമ്മളും ചെയ്യുകയാണെങ്കിൽ അതേ വരുമാനവും അതേ ജീവിത ശൈലിയിലേക്ക് മാറാൻ നമുക്കും സാധിക്കും. അതാണ് നമുക്ക് പ്രകൃതി നമ്മൾ പഠിപ്പിച്ചത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മലന്റെ മുകളിൽ ഒരു സ്വർണത്തിന്റെ ഒരു കല്ലുണ്ട്. ആ കല്ല് ഒരു വ്യക്തി പോയി കണ്ടു. അതേ വഴിയിലൂടെ നമ്മളും പോവുകയാണെങ്കിൽ നമ്മളും കാണൂലേ? അയാൾക്ക് കിട്ടിയ അതേ സാധനം നമുക്കും കിട്ടൂലേ? അതാണ് ഈ ബിസിനസ്. അയാൾ എന്തൊക്കെ മാറ്റങ്ങൾ അവരുടെ ജീവിത ശൈലിയിലും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ഡ്രസ്സിലും എല്ലാത്തിലും മാറ്റിയോ അതേ മാറ്റങ്ങൾ നമ്മളും വരുത്തി കഴിഞ്ഞാൽ അതേ അറിവും വിശ്വാസവും അവർ തരുന്ന ആ ട്രെയിനിങ്ങിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ ഏതൊരു സാധാരണക്കാരനും മുബീൻ സാറ് വാങ്ങുന്ന രൂപത്തില് ക്രൗൺ ഡയമണ്ട് ആകാനും അതിലൂടെ കോടികൾ വരുമാനം വാങ്ങാനും ഈ ബിസിനസ് കൊണ്ട് സാധിക്കും. കാരണം നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ എന്ന ഈ കമ്പനി ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ്. ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മളിലേക്ക് ചോദിച്ചു വരുന്നുണ്ട്. അതുപോലെ ഇന്ന് ക്വാളിറ്റിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നമുക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് ചെയ്ത ഉൽപ്പന്നങ്ങൾ ധാരാളം വിൽക്കുന്നത് ഏത് കമ്പനിയാന്ന് ചോദിച്ചാൽ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ കമ്പനിയാണ്. ഈ കമ്പനി നമ്മളെ കയ്യിൽ കിട്ടി. നമുക്ക് കോടികൾ വാങ്ങുന്ന ലീഡറുടെ ട്രെയിനിങ്ങും കിട്ടി. മറ്റുള്ള കമ്പനികളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ കാണിച്ചു കൊടുക്കുന്നത് കോടികൾ വാങ്ങി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത് മുബീൻ സാറിന്റെ ഫോട്ടോ. എന്നിട്ട് ഈ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ മുബീൻ സാറിന്റെ ഫോട്ടോ ഞാനൊരു പ്ലാൻ പറയുമ്പോൾ വേറെ ടയർ സെല്ലിംഗ് ചെയ്യുന്ന ആളുകൾ കാണിച്ചു തന്നെ. പക്ഷെ ഞാൻ എന്താക്കി, ഒരു ഒരു ക്ലാസ്സിന് പോയപ്പോ മുബീൻ സാറെ കാരവാനിൽ ഇരിക്കുന്നതും മുബീൻ സാറൊപ്പം നിൽക്കുന്ന ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തപ്പോ ആ വ്യക്തി നമ്മളെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുകയും സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഒരു ലീഡറെ നമുക്ക് കിട്ടി. ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടും നമ്മൾ ഇനിയും മാറാൻ റെഡി ആയിട്ടില്ലെങ്കിൽ, സീരിയസ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടിയത് നമ്മൾ വിട്ടുകളയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സെക്കൻഡ് സമയം ഇനി ആരും വിട്ടുകളയരുത്. ഒരു സെക്കൻഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ബിസിനസിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ലീഡേഴ്സ് പറയുന്ന സ്ഥലത്തേക്ക് പ്രോഗ്രാമിലേക്കൊക്കെ പോവുകയും ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞാൽ എടുക്കുകയും ആ ടിക്കറ്റ് എടുത്തത് നല്ല ക്വാളിറ്റി ഉള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 3 തലമുറ ചുരുങ്ങിയത് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അവസരമാണ്. 150 കൊല്ലം നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരൂല. അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും നല്ല പ്രൊഡക്റ്റുകളും നല്ല ലീഡേഴ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായ തീരുമാനമെടുത്ത 2 ലീഡേഴ്സ് ഉണ്ട്. ഒന്ന് അൽതാഫ് സാറും ഒന്ന് നിശാന്ത് സാറും. ഈ നിശാന്ത് സാറെ മെന്റർഷിപ്പിലൊക്കെ എത്തിയത് കൊണ്ടാണ് ഈ അൽതാഫ് സാറും നിശാന്ത് സാറൊക്കെ സംസാരിക്കുന്ന വേദികളിലും പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് സാധാരണ ഉസ്താദാണെങ്കിലും ചെറിയ ശമ്പളത്തിൽ 20-23 കൊല്ലം ഒരേ മദ്രസയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇന്നും എന്നെ അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്, ഉസ്താദ് നിങ്ങൾക്ക് എന്താ വേണ്ടിയെച്ചാൽ തരാം. പക്ഷേ ഇവിടുന്ന് തരുന്നത് അവിടുന്ന് കിട്ടൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ കുറച്ചാണ് കഴിയുമ്പോ നിങ്ങൾക്ക് ശമ്പളമൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഞാൻ മദ്രസ പഠിപ്പിച്ചു തരാനും കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഞാൻ വരും. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നിർത്തിയേക്കാണ്. ഈ കഴിഞ്ഞ നോമ്പിന് വരെ എന്നെ ക്ഷണിച്ചിട്ട് ഇപ്പോഴും ഈ നോമ്പ് വരാൻ പോവാണ്. ഇപ്പോഴും കമ്മിറ്റിക്കാർ പറഞ്ഞു അടുത്ത നോമ്പിനേഷങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളെ കയ്യിൽ കിട്ടിയ ഈ അവസരം ഒരുപാട് സാധാരണക്കാരിലേക്ക് അറിവും വിശ്വാസവും പകർന്നുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് വരുമാനം എത്തിച്ചുകൊണ്ട് നമ്മുടെ ടീമിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇപ്പൊ ഇന്നത്തെ ചാരിറ്റി എന്ന് പറഞ്ഞാല് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഉൽപ്പന്നങ്ങൾക്ക് ഭയങ്കര വിലയാണ്. അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചില്ല, പണിക്കനുസരിച്ചുള്ള ശമ്പളമോ കൂലിയോ കിട്ടുന്നില്ല. ഈ സമയത്ത് ഈ ബിസിനസ് അവരിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു 500-1000 മാസത്തിൽ ഒരു അധിക വരുമാനം വാങ്ങിക്കൊടുത്താൽ അതാണ് ഏറ്റവും വലിയ ചാരിറ്റി. ആ കാശ് എത്തിച്ചു കൊടുക്കുന്ന 100 കണക്കിന് ഫാമിലികൾ എന്റെ ടീമിൽ ഇപ്പൊ ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ ചെയ്യുന്നത് ഒരുപാട് ആളുകളിലേക്ക്, സാധാരണക്കാര ആളിലേക്ക് വരുമാനവും ആയുസ്സും അതുപോലെ തന്നെ ഫ്രീഡവും എല്ലാം എത്തിച്ചുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത്. മദ്രസയിൽ നിന്ന് എനിക്ക് കൂലി കിട്ടുന്ന അതിലേറെ കൂലി ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ്
കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എന്റെ ടീമിൽ തന്നെ 35,000 വരെ ആഴ്ച വരുമാനം വാങ്ങുന്ന ആളുകൾ ഞാനിത് ഏറ്റെടുത്തത് കൊണ്ട് ഈ കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇന്നിപ്പോ MC ആയ ഒരു ഷെരീഫ് സാറ് ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു ബസ് കണ്ടക്ടർ ആയിരുന്നു. അതിലൂടെ ഒരു അസുഖം വന്നു, പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഡോക്ടർമാരൊക്കെ ഇനി ഒരു ജോലിയിലേക്ക് പോകാൻ സാധിക്കൂല. ഞണ്ടന്റെ ഉള്ളില് ഒരു മുഴ വന്ന് അത് നമ്മളെ 95 ഒക്കെ കൊടുത്ത് ആദ്യം സെറ്റാക്കിയത് കൊണ്ട് ആ മുഴ വെറും ഒരു മുഴയായി മാറി. അത് ക്യാൻസറിന്റെ മുഴയല്ല. തുടക്കത്തിലൊക്കെ ആളുകൾ സംശയിച്ചു ഇത് വലിയ ഡേഞ്ചർ ആണ്, കാരണം ശ്വാസം അയക്കാൻ വയ്യ, നടക്കാൻ വയ്യ, ഇങ്ങനെ വളഞ്ഞിട്ടൊരു അസ്ഥികൂടമായിരുന്നു. അന്ന് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് നമ്മളെ ഉൽപ്പന്നം കഴിച്ചത് കൊണ്ടാണ് ഇത് കൊടുത്ത ഒരു വ്യക്തി ഈ റിസൾട്ട് കിട്ടുമ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞാൽ അത് നമുക്ക് ഇന്നക്കും നാളേക്കും ഉപകാരമുള്ളൊരു അമലായിട്ട് സാധിക്കും. നീയത്ത് നന്നാക്കി നമ്മൾ പ്രവർത്തിക്കുക. ഇനി റമദാൻ മാസമാണ് വരാൻ പോണത്. നമ്മൾ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യണം. ചില ആൾക്കാരൊക്കെ പറയും നോമ്പല്ല, ഇനി നോമ്പ് കഴിയട്ടെ എന്ന് പറയും. അങ്ങനെയല്ല ചെയ്യണത്. നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യകർമ്മമാണ്. ഒരു വ്യക്തിയെ നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്ന് ഒരു റമദാൻ മാസം ആകട്ടെ, നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഖുർആൻ ഓതാനും നിസ്കരിക്കാനൊക്കെ സമയം ഉണ്ടാകും. എന്നാലും ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ നിങ്ങൾക്ക് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഈ ബിസിനസ് കൊടുത്തുകൊണ്ട് ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ അസുഖം മാറുക അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായി ഉയരാനോ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു 70,000 പ്രതിഫലം കിട്ടുന്ന രൂപത്തില് ഒരു വ്യക്തിയെ നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ 70,000 ആളുകളെ ഡെവലപ്പ് ചെയ്യുന്ന കൂലിയാണ് റബ്ബ് നിങ്ങൾക്ക് തരിക. അതുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നോമ്പിനെ കഴിക്കാനുള്ള പാക്കേജുകളൊക്കെ ലീഡേഴ്സിനോട് ചോദിക്കുക. അപ്പൊ നോമ്പിന് നമുക്ക് ക്ഷീണം വരും. അപ്പൊ ഈ ഭാഗത്തിനൊക്കെ പവർ കൂടാൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്പൈർന ഗോൾഡും അതുപോലെ പ്രോട്ടീൻ പൗഡറും 95 ഒക്കെ കുടിക്കുക. അപ്പൊ നമുക്ക് തറാവീഹ് നിസ്കരിക്കുമ്പോൾ നല്ല ഉന്മേഷം കിട്ടും. ഇത് വെറുതെ പറയുന്നതല്ല, എന്റെ 5 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാം. ഒരു റമദാൻ പാക്കേജുകൾ എല്ലാവർക്കും കൊടുക്കുക. ഇത് നമ്മൾ സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ബീവി കൂടുകയും പെരുന്നാൾ കഴിക്കാനുള്ള കാശ് നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മൾ റമദാൻ പാക്കേജിന്റെ കാര്യങ്ങൾ കൊടുക്കണം. ലീഡേഴ്സിനോട് ചോദിച്ച് എന്തൊക്കെ കൊടുക്കണ്ടേ വെച്ചാൽ അതൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ പകൽ സമയങ്ങളിലൊക്കെ കിട്ടുന്ന സമയമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ പ്ലാന് ഇതിന്റെ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ബെനിഫിറ്റ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിലേക്ക് ആളുകളെ നിങ്ങൾ അടിച്ചു കയറ്റുകയാണെങ്കിൽ ഞാൻ പറയുന്നു ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് മതമോ ജാതിയോ നോക്കണ്ട, എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകുന്നവരാണ്. അതിന്റെ മുമ്പായി നമുക്ക് നല്ലൊരു ഒരു ലീഡറായി ഒരുപാട് ആളുകളിലേക്ക് അവസരം എത്തിച്ചു കഴിഞ്ഞ് അവർ നമ്മളെ കുറിച്ച് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നാളെ വിജയിക്കുന്ന ആളുകളായിട്ട് മാറും. അതുകൊണ്ട് ഈ മാക്സിമം ആളുകളിലേക്ക് ഈ ഉൽപ്പന്നങ്ങളും ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും വരുമാനങ്ങളും ഒക്കെ എത്തിച്ചുകൊണ്ട് ഒരു വലിയൊരു ചാരിറ്റിയായി ബിസിനസ്സിനെ ഏറ്റെടുക്കുക. നമുക്ക് ഒരുപാട് ചാരിറ്റികൾ നമ്മൾ ചെയ്യുന്നുണ്ടാകും, പല രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടാകും. എന്നാൽ ഇതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇതിനെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലിയിലേക്ക് ബിസിനസ്സിനെ എത്തിക്കാനും അതിലൂടെ വലിയ രീതിയിൽ നമുക്ക് വിജയിക്കാനും സാധിക്കും. നമുക്ക് ഈ ബിസിനസ്സിൽ അടിച്ചു കയറാനും അതുപോലെ തന്നെ ഒരുപാട് വരുമാനം, നമുക്ക് ഒരുപാട് ആവശ്യത്തിന് നമുക്ക് കാശ് വേണം. ഹജ്ജിന് പോകാനും ഉംറക്ക് പോകാനും ഒരുപാട് ആളുകൾക്ക് സഹായങ്ങൾ കൊടുക്കാനും വീട് വെച്ച് കൊടുക്കാനും. ഇപ്പൊ നമ്മുടെ നിസാം സാർ പറഞ്ഞ എന്റെ മെന്ററാണ്, ഓരോ വർഷവും ഒരു വീടെങ്കിലും വെച്ച് കൊടുക്കുന്ന എന്നാണ് തീരുമാനം എടുത്തത്. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ വളർത്തിയെടുക്കാനും ഒരു സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റാനുള്ള കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ഒരുപാട് ലീഡേഴ്സ് നമ്മളെ കൂടെയുണ്ട്. അതുകൊണ്ട് ലീഡേഴ്സ് പറയുന്നത് മുറുകെ പിടിച്ചു കിടന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊക്കെ അവരെത്തി അതേ പാതയിൽ എത്താനും ഒരുപാട് ആളുകളിലേക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനും റമദാൻ മാസമൊക്കെ ഒരുപാട് ആളുകളിലേക്ക് വരുമാനവും അതുപോലെ കിറ്റൊക്കെ എത്തിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കും. അതിനുള്ള ആയുസ്സും ആരോഗ്യമൊക്കെ സർവശക്തൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഹൈഫ്ലേസി മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ചും എന്റെ SPGയിലെ ടീം ലീഡർ മനോജ് സാറിനും അതുപോലെ അൽതാഫ് സാറ്, നിഷാന്ത് സാറ് തുടങ്ങിയ ഓരോ ലീഡേഴ്സിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ നമ്മുടെ ഈ മാസത്തിലെ അവസാനത്തെ ക്ലോസിംഗ് ആണ് ഇനി വരാനിരിക്കുന്നത്. നമ്മുടെ ലോയൽറ്റി ബോണസും പെർഫോമൻസ് ബോണസും അതുപോലെ തന്നെ നമ്മുടെ എഴുതി വെച്ച ഓരോ റാങ്കുകളും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് ഫീൽഡിൽ ഇറങ്ങുക. നമ്മുടെ വായയാണ് നമ്മുടെ ഷട്ടർ.
വായ തുറന്നാലാണ് നമുക്ക് വരുമാനം കിട്ടുള്ളൂ. ഈ ബിസിനസിനെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. അതിലൂടെ നമുക്കൊക്കെ നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഹൈഫ്ലൈസ് മീറ്റിംഗ് നിർത്തുന്നു. നാളെ നല്ലൊരു ലീഡർ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരുന്നുണ്ടാകും. മാക്സിമം നമ്മുടെ ഹൈഫ്ലൈസ് മീറ്റിംഗിന്റെ ഹാജർ കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രവർത്തിക്കുക. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ. ജയ് ഹിന്ദ്, ജയ് മാ ലൈഫ് സ്റ്റൈൽ. അസ്സലാമു അലൈക്കും.